ഇതാട്ടോ നമ്മുടെ നീലവാഗ. അതെ, ഈ കാണുന്നൊക്കെയാണ് നീലവാഗ. അത് കറക്റ്റ് കിട്ടുന്നില്ല. നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം വ്യൂ ആണ്. കിടിലം വ്യൂ വെച്ചാൽ കിടിലം വ്യൂ ആണ്. നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലും എങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചകൾ തന്നെ കേട്ടോ. ലക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു നീലവാഗ പൂത്താക്കുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടർബോ വ്ളോഗ്സ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡും അടിച്ചു കഴിഞ്ഞിട്ട് ചുമ്മാ മുമ്പിൽ എന്തെങ്കിലും റീൽസും തോണ്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ നീലവാഗയുടെ വീഡിയോ കാണുന്നത്. ഇവിടെ തൊട്ടടുത്ത് നമ്മൾ കിടന്നിട്ട് നീലവാഗ പോയി കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തോണ്ട് നേരെ ഇറങ്ങി കേട്ടോ. ഒറ്റ മൈൻഡിൽ പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, നമ്മളവിടെ അനിയമ്പള്ളി ഉണ്ട്. അങ്ങനെ എന്തായാലും വീടൊക്കെ പൂട്ടി ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ നീലവാഗ കാണാനായിട്ട് പോകാം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അടുപ്പിച്ച് ആണ് കേട്ടോ ഈ സ്പോട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എവിടെ പോവാടാ? ചക്രാന്ത പൂക്കൾ കാണാം, അതായത് നീലവാഗ. അതെ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പോവാണ്ടോ? അതെ അതെ. ഇനി അത് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അതിന് ആരും പറഞ്ഞേക്കല്ലേ, അല്ലെങ്കിൽ നിന്നെ ആരും പറയാറുണ്ട്. അപ്പൊ നമ്മള് ചക്രാന്ത പൂക്കൾ കാണാൻ വേണ്ടി പോകട്ടെ. ഇപ്പൊ ചക്രാന്ത പൂക്കൾ ഉണ്ടായിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളത് കാണാൻ വേണ്ടി പോവാട്ടോ. അത്രേ ഉള്ളൂ, ഒറ്റ മൈൻഡ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടർബോ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്രാന്ത പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചക്രാന്ത പൂക്കളൊന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ച് പോകുന്നതാണ്. കഴിഞ്ഞ തവണ നമ്മൾ പൂത്തപ്പോൾ നമ്മൾ പോയി കണ്ടതാണ് അല്ലേ? കഴിഞ്ഞ തവണ നമ്മൾ പോയി കണ്ടതല്ലേ? അപ്പോൾ ഇത്തവണയും കൂടി നമുക്ക് പോയി ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, അനിയമ്പള്ളിയുണ്ട്, പിന്നെ വേറൊരുത്തനുണ്ട് കേട്ടോ. അവൻ നാണക്കാരനായിട്ട് ക്യാമറ വരുന്നില്ല. അങ്ങ് ദൂരെ ഒരു വെള്ള ഷർട്ട് ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. അവനാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ആൾ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് നമ്മൾ ഈ ചക്രാന്ത പൂക്കൾ കാണാനായിട്ട് പോകുന്നത്. ഈ സമയം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. നമുക്കൊരു പോയി ഒരു 1 മണിക്കൂറിനുള്ളിൽ പോയി ഷൂട്ട് ചെയ്ത് വരാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചക്രാന്ത പൂക്കൾ കാണാൻ പോവാം അല്ലേ? പോവല്ലേ? പവറല്ലേ? പവർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ടർബോ ജീപ്പിൻ്റെ സൈഡ് പടുതയൊക്കെ തുറന്നാട്ടോ പോകുന്നത്. ഇതുവരെ ഞാൻ സൈഡ് പടുത തുറന്നിട്ട് പുറകെ ഇരുന്ന് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് സൈഡ് ഡോറൊക്കെ തുറന്നിട്ട് പുറകെ ഇരുന്ന് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസും കൂടി ഒന്ന് അറിയാം അല്ലേ? അപ്പോൾ നല്ല കാറ്റും ഉണ്ടാവുമല്ലോ, 2 സൈഡിൽ നിന്ന് നല്ല കാറ്റ് അടിച്ച് കയറുന്നുണ്ടായിരിക്കുമല്ലോ. 2 സൈഡ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോകട്ടോ. എന്നിട്ട് പുറകിലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ് നോക്കിയത് അവിടെ വാഗപോത്തൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാവേ. ഇപ്പൊ നമ്മളത് അടുത്തെത്താറായി. ലക്കം എത്തിയോ? ലക്കത്താണോ ഈ ഒരു നീലവാഗ ഉള്ളത്? ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ലക്കം വാട്ടർഫോൾസ്. ഇവിടെ ആട്ടോ അവിടെ വരുന്നത്. ഇവിടെ ഒരാൾക്ക് എത്ര കേട്ടോ പാസ്? എത്ര? 50 രൂപ ഒരാൾക്ക്. 50 രൂപ പാസ് ആട്ടോ അവിടെ. ഇവിടെയാണ് വാട്ടർഫോൾ കേട്ടോ, ലക്കം വാട്ടർഫോൾസ്. വെള്ളമുണ്ടോ? വെള്ളമുണ്ട് കേട്ടോ. ചോലയിന്ന് വരുന്ന വെള്ളം കേട്ടോ. അപ്പൊ ഈ വാട്ടർഫോൾ, ലക്കം വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാട്ടോ നീലവാഗ കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് ഉള്ളവർക്ക് വേറെ കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് പോകുന്ന കേസാട്ടോ പറഞ്ഞത്. മറയൂർ ടു മൂന്നാർ പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളാട്ടോ. ഫ്രണ്ടില് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ നീലവാഗ. അതെ, ഈ കാണുന്നൊക്കെയാണ് നീലവാഗ. അത് കറക്റ്റ് കിട്ടുന്നില്ല. അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ആ മോനെ, നീ നോക്കിയ നീലവാഗ ഒരു തര നീലവാഗ.
അപ്പോൾ മച്ചാമാരെ നമ്മളിത് ഈ പുറകെ കാണുന്നൊക്കെ നീലവാക കേട്ടോ, എല്ലാം നല്ല പൂത്ത് നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ടോ. ഇവിടെ ഇപ്പോൾ ഒരു മഴയുടെ സാധ്യത ഉള്ളതുകൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കേട്ടോ. വെട്ടം ഇത്തിരി കുറവാണ്, എന്നാലും നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം വ്യൂ ആണ്, കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ ആണ്. നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ നീലവാക എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാർ ടു മറയൂർ പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഒരു നീലവാക കാണാൻ കഴിയുന്നത്. ലക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു നീലവാക പൂത്താക്കണത് അല്ലേ? അത്രേ ഉള്ളൂ. ലക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു നീലവാക പൂത്താക്കുന്നത്. അതായത് മൂന്നാർ ടു മറയൂർ പോകുന്ന റൂട്ടിലാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു നീലവാക പൂത്ത കാഴ്ചകൾ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നീലവാക കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു മാസം തന്നെ വന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ ഫ്രം ടർബോ വ്ളോഗ്സ്.